നമസ്കാരം. IHMA സ്പന്ദനം ഹെൽത്ത് ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ ആയി ആചരിക്കുന്ന ദിവസമാണ് മെയ് 17. ഇന്ന് ലോകത്ത് ഒട്ടുമിക്ക ആളുകളിലും കണ്ടുവരുന്ന രോഗാവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ അഥവാ അമിത രക്തസമ്മർദ്ദം. നിശബ്ദനായ കൊലയാളി എന്നാണ് ഹൈപ്പർ ടെൻഷനെ വിളിക്കുന്നത്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേരുടെ മരണത്തിനിടയാക്കുന്ന ഹൃദ്രോഗത്തിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ് അമിത രക്തസമ്മർദ്ദം. നമസ്കാരം, ഞാൻ ഡോക്ടർ ദീപ്തി ജേക്കബ്, കൺസൾട്ടൻറ്റ്, ജോർജിയൻ ഹോമിയോ ക്ലിനിക്, പുതുപ്പള്ളി, കോട്ടയം. ഹൈപ്പർ ടെൻഷൻ പ്രതിരോധിക്കാനും നിയന്ത്രിക്കാനും ചെയ്യേണ്ട ജീവിതശൈലി മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആരോഗ്യമുള്ള ഒരാളുടെ BP അഥവാ നോർമൽ രക്തസമ്മർദ്ദം 120/80 ആണ്. ഇതിലെ സിസ്റ്റോളിക് BP 120-ൽ നിന്ന് 140-ൻ്റെ മുകളിലോട്ട് ഉയരുകയോ ഡയസ്റ്റോളിക് BP 80-ൽ നിന്ന് 90-ൻ്റെ മുകളിലോട്ട് ഉയരുകയോ ചെയ്യുമ്പോഴാണ് ഒരാൾക്ക് ഹൈപ്പർ ടെൻഷൻ അഥവാ അമിത രക്തസമ്മർദ്ദമുണ്ട് എന്ന് പറയുന്നത്. ഇനി ജീവിതശൈലിയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, സ്ഥിരമായുള്ള വ്യായാമം. ഒരു ദിവസം കുറഞ്ഞത് 30 മിനിറ്റും ഒരാഴ്ചയിൽ കുറഞ്ഞത് 150 മിനിറ്റും മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസസ് ചെയ്യേണ്ടതാണ്. നടത്തം, സൈക്ലിംഗ്, ജോഗിംഗ്, നീന്തൽ തുടങ്ങിയ എയ്റോബിക് എക്സസൈസുകളാണ് നല്ലത്. രണ്ടാമതായി, ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക. ഉപ്പ് കഴിക്കുന്നതിലൂടെ രക്തത്തിൽ സോഡിയത്തിൻ്റെ അളവ് കൂടുകയും ഇതുവഴി രക്തസമ്മർദ്ദം കൂടുകയും ചെയ്യുന്നു. അച്ചാറുകൾ, ഉണക്കമീൻ, പപ്പടം, ബേക്കറി പദാർത്ഥങ്ങൾ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക. അതുപോലെ ചോറിലും കഞ്ഞിയിലും ഉപ്പൊഴിച്ച് കഴിക്കുന്ന ശീലം ഒഴിവാക്കുക. മൂന്നാമതായി, ഡയറ്ററി അപ്രോച്ചസ് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ അഥവാ ഡാഷ് ഡയറ്റ് ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഡയറ്റിൽ ധാരാളമായി പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും കൊഴുപ്പ് കുറഞ്ഞ പാലുൽപ്പന്നങ്ങളും ധാരാളമായി ഉപയോഗിക്കാവുന്നതാണ്. ഭക്ഷണത്തിൽ സോഡിയത്തിൻ്റെ അളവ് കുറയ്ക്കുന്നത് പോലെ പൊട്ടാഷ്യത്തിൻ്റെ ഉപയോഗം കൂട്ടുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതിനായി ബനാന, ഓറഞ്ച്, മധുരക്കിഴങ്ങ് എന്നീ ഭക്ഷണങ്ങൾ കൂടുതലായി നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നാലാമതായി, പുകവലി, മദ്യപാനം എന്നിവ ഒഴിവാക്കുക. സ്ട്രെസ് മാനേജ് ചെയ്യുക. ദിവസവും കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രദ്ധിക്കുക. അമിത രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാനും കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കുവാനും ഹോമിയോപ്പതി മരുന്നുകൾ വളരെ ഫലപ്രദമാണ്. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ അവസ്ഥകളെ ഒരുമിച്ച് പരിഗണിച്ച് മരുന്ന് നിർദ്ദേശിക്കുന്നതിനാൽ രക്താതിസമ്മർദ്ദത്തിൻ്റെ മൂലകാരണത്തെ അഭിസംബോധന ചെയ്യുവാൻ ഹോമിയോപ്പതി മരുന്നുകൾക്ക് സാധിക്കുന്നു. ഫാമിലിയിൽ രക്താതിസമ്മർദ്ദമുള്ള ആളുകൾക്ക് അത് വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരം സാധ്യതകളെ ഹോമിയോപ്പതി കോൺസ്റ്റിറ്റ്യൂഷണൽ ചികിത്സ വഴി ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. ചെറുപ്പം മുതൽ തന്നെ ചെറുതും വലുതുമായ രോഗങ്ങൾക്ക് ഹോമിയോപ്പതി ചികിത്സ ശീലമാക്കുന്നത് വഴി അടിസ്ഥാന ആരോഗ്യം മെച്ചപ്പെടുകയും ഹൈപ്പർ ടെൻഷൻ പോലുള്ള പാരമ്പര്യ രോഗങ്ങൾ വരുവാനുള്ള സാഹചര്യം തടയപ്പെടുകയും ചെയ്യുന്നു. ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിക്കുവാൻ മരുന്നുകൾ കഴിക്കുന്നതിനോടൊപ്പം മേൽപ്പറഞ്ഞ ജീവിതശൈലി മാറ്റങ്ങൾ കൂടി വരുത്തുവാൻ ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.